ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇപ്പോൾ സ്കൂളൊക്കെ തുടങ്ങി, പല സ്ഥലത്തും സ്കൂൾ തുടങ്ങി. നമ്മളുടെ അവിടെയൊക്കെ സ്കൂൾ തുടങ്ങി കേട്ടോ. അപ്പോൾ സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ രാവിലത്തെ ഈ ലഞ്ച് ബോക്സ് ആക്കൽ നമുക്കൊരു മെയിൻ പരിപാടിയാണ് പാരൻസിന്. അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് രാവിലെ എണിട്ട് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇതെന്താ പൂരി എന്ന് വിചാരിക്കേണ്ട. ഈ പൂരിക്കുമുണ്ട് പ്രത്യേകത. ഇത് നമുക്ക് കുഴക്കാതെ പരത്താതെ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പൂരി തയ്യാറാക്കാം. അപ്പം നമ്മുടെ ലഞ്ച് ബോക്സിലാണെങ്കിലും അതല്ലാതെ വീട്ടിലാണെങ്കിലും വളരെ പെട്ടെന്ന് ഈ പൂരി തയ്യാറാക്കാം. ഗോതമ്പ് മാവ് കൊണ്ട് തന്നെയാണ്, വളരെ ഈസിയാണ്. അപ്പോൾ റെസിപ്പി ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പൂരി. ഈവൻ ഒരു കുക്കിങ്ങും അറിയാത്തവനും ഉണ്ടാക്കാൻ പറ്റിയ പൂരിയാണിത്. അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് റെഡി ടു മേക്ക് ചപ്പാത്തി എന്ന് പറഞ്ഞ് കിട്ടാറില്ലേ, അതാണ് സംഭവം. ഹോൾ വീറ്റ് ചപ്പാത്തി എന്ന് പറഞ്ഞ് കിട്ടുന്ന പാക്കറ്റിൽ കിട്ടുന്നത്. ഇത് ജസ്റ്റ് തവയിൽ വെച്ച് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ചപ്പാത്തി ആവും. അതുപോലെ തന്നെ നമുക്ക് ഇത് കൊണ്ടുവന്നാണ് ഇന്നത്തെ പൂരി ഒന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിൻ്റെ ഒന്ന് പാക്കൊക്കെ തുറന്ന് നമുക്ക് എടുക്കാം. അത് ഏത് ബ്രാൻഡായാലും കുഴപ്പമൊന്നുമില്ല, റെഡി ടു ഈറ്റ് എടുത്താൽ മതി. അപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്കോ അതല്ലാതെ ഇങ്ങനെ നമുക്ക് റെഡി ടു ഈറ്റ് ചപ്പാത്തി വീട്ടിലും ഉണ്ടാക്കാം കേട്ടോ. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. അതൊന്നൊരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒരു കട്ടിംഗ് ബോർഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും വലിയ പൂരി ഉണ്ടാക്കിയാൽ നമ്മുടെ എണ്ണ മുതലാവില്ല അല്ലേ. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഒരു 4 പീസായി കട്ട് ചെയ്യാം. അപ്പം 4 പൂരി കിട്ടുകയും ചെയ്യും. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു ഭാഗവും നമുക്ക് വേസ്റ്റ് ആവില്ല. റൗണ്ടായി കട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റ് കൂടുതലായിരിക്കും. ഇങ്ങനെയാകുമ്പോൾ 4 പൂരി അതാ റെഡി. കണ്ടോ, ഇതിലും ഫാസ്റ്റായിട്ട് നമുക്ക് പൂരി ഉണ്ടാക്കാൻ പറ്റുമോ? ഇനി നമുക്ക് നേരെ എണ്ണ നന്നായി ചൂടാവട്ടെ. നല്ല ചൂടായി എണ്ണയിലേക്ക് വേണം എപ്പോഴും പൂരി ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇതല്ലാതെ ഒറിജിനലായിട്ടുള്ള പൂരി ഉണ്ടാക്കുന്ന റെസിപ്പിയും എണ്ണയൊന്നും കുടിക്കാതെ ഉണ്ടാക്കുന്ന റെസിപ്പിയും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കൊടുക്കാം. കണ്ടോ, നല്ല പൊന്തി വന്നിട്ടുണ്ട്, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ പൂരി. നല്ല ചുവന്ന് നല്ല കറക്റ്റായിട്ട് ഉണ്ട്. അധികം എണ്ണയൊന്നും ഈ പൂരി കുടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതേമാതിരി തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചപ്പാത്തിയൊക്കെ കഴിച്ച് ബോറടിക്കുന്നു, ഒരു ദിവസം പൂരി വേണമെന്ന് നോക്കിയാൽ ഇത് വാങ്ങി വേഗം അങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതി. കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് പൂരി റെഡിയാവുന്നതെന്ന്. അതുപോലെ തന്നെ രാവിലെ നേരത്തെയാണ് ഇവിടുത്തെ സ്കൂൾസൊക്കെ. അപ്പോൾ പാരൻസിന് പെട്ടെന്ന് ഉണ്ടാക്കി കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും പറ്റും ഈ പൂരി. അപ്പോൾ ഇതാ നമ്മുടെ പൂരിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് തൊട്ട് നോക്കൂ, ഒരു തരി പോലെ എണ്ണയില്ല. കണ്ടോ, അത്രയും എണ്ണയൊന്നുമില്ല. എന്നാൽ ആവശ്യത്തിന് ഉപ്പും ഇതൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു പൂരിയാണ്. കണ്ടോ, ഉള്ളൊക്കെ പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. അപ്പോൾ ഞാനും ഈ ഐഡിയ വിചാരിച്ചിരുന്നില്ല കേട്ടോ. സൂപ്പർ ടേസ്റ്റി പൂരി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് വർക്കിംഗ് ലേഡീസിനും ബാച്ചിലേഴ്സിനും ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം ഈ പൂരി. കുക്കിംഗ് ഒന്നും അറിയണമെന്നില്ല, എണ്ണ മാത്രം മതി ഈ പൂരി ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.